ഗുഡ് മോർണിംഗ്. പ്ലസ് 1 മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ചാപ്റ്റർ 2 റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. ദിസ് ഇസ് പാർട്ട് 10. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ 10 പ്രോബ്ലംസ് ആണ്. ഫസ്റ്റ് വൺ, ലെറ്റ് ആർ ബി ദ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. ഡിഫൈൻ ദ റിയൽ ഫംഗ്ഷൻ എഫ് ഫ്രം ആർ ടു ആർ ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 10. സ്കെച്ച് ദ ഗ്രാഫ് ഓഫ് ദിസ് ഫംഗ്ഷൻ. ഇത് വളരെ ഈസി ആയ ഒരു പ്രോബ്ലമാണ്, നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഗ്രാഫ് വരയ്ക്കണമെങ്കിൽ ആദ്യം എന്താ ചെയ്യേണ്ടത്? വാല്യൂ ടേബിൾ വരയ്ക്കണം. വളരെ എളുപ്പമുള്ള മെത്തേഡാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. y ഈക്വൽ ടു എക്സ് പ്ലസ് 10. ഓക്കെ, ഗിവൻ ഫംഗ്ഷൻ ഇസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 10. ടേക്ക് ഇറ്റ് ആസ് y ഈക്വൽ ടു എക്സ് പ്ലസ് 10. നമുക്ക് 2 പോയിന്റ്സ് മതി. ഒരു ലൈനിന്റെ ഗ്രാഫ് വരയ്ക്കാൻ 2 പോയിന്റ്സ് മതി. ആദ്യം നമ്മൾ എക്സിന് 0 കൊടുക്കും. വെൻ എക്സ് ഇസ് 0, y is equal to 0 plus 10 which is equal to 10. So when x is 0, y is 10. Then put y equal to 0. When y is equal to 0, x plus 10 equal to 0, x equal to minus 10. ഇത് വളരെ എളുപ്പം ഉള്ള ഒരു മെത്തഡാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് 2 പോയിന്റ്സും കിട്ടും, ഗ്രാഫും വളരെ ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പോയിന്റ് ഏതാ? 0, 10. എക്സ് 0, y 10. എക്സ് 0, y 10. ഇവിടെയാണ് നമ്മുടെ പോയിന്റ് 0, 10. സെക്കൻഡ് പോയിന്റ് മൈനസ് 10, 0. എക്സ് മൈനസ് 10, y 0. ദിസ് ഇസ് അവർ മൈനസ് 10, 0. ഈ പോയിന്റ് ആണ് മൈനസ് 10, 0. ഇപ്പൊ 2 പോയിന്റ്സ് മാർക്ക് ചെയ്യണം. ആ 2 പോയിന്റ്സിലൂടെ പാസ് ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈൻ വരക്കണം. സ്കെയിൽ വെച്ചിട്ട് ഈ 2 പോയിന്റ്സിലൂടെ പാസ് ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈൻ വരക്കാം. സ്ട്രെയിറ്റ് ലൈന് 2 സൈഡും എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് പോകും, അതുകൊണ്ട് 2 സൈഡും ഇവിടെ ആരോ വരച്ച് വെക്കാം. ഓക്കെ, ദിസ് ഇസ് ഗ്രാഫ് ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 10. ഡൊമെയിൻ ഇസ് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. റേഞ്ച് ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. ഇതുപോലെ ഇരിക്കുന്ന ലീനിയർ ഫംഗ്ഷന്റെ, അതായത് എ എക്സ് പ്ലസ് ബി, എ ഇൻറ്റു എക്സ് പ്ലസ് ബി, എ ഇസ് 1, ബി ഇസ് 10, y ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി പോലെ ഇരിക്കുന്ന ലീനിയർ ഫംഗ്ഷന്റെ ഗ്രാഫ്സ് എപ്പോഴും ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഓക്കെ, സ്ട്രെയിറ്റ് ലൈനിന്റെ ഡൊമെയിൻ ആറും റേഞ്ച് ആറും ആയിരിക്കും. Now second one, the function f is defined by f of x equal to 1 minus x when x less than 0, 1 when x is equal to 0, x plus 1 when x greater than 0. Draw the graph of f of x. ഫംഗ്ഷന്റെ ഡെഫിനിഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. നമ്മൾ ഒരു ഗ്രാഫ് വരയ്ക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് വാല്യൂ ടേബിൾ വരയ്ക്കണം. വെൻ എക്സ് ഇസ് 0, ഫംഗ്ഷൻ ഇസ് 1. അതാണ് ഇവിടെ ആദ്യം തന്നെ എഴുതിയിരിക്കുന്നത്. വെൻ എക്സ് ഇസ് 0, y വാല്യൂ ഇസ് 1. When x is greater than 0, when x takes values 1, 2, etc., f of x is x plus 1. Okay, when x is 1, x greater than 0, f of x is x plus 1. So 1 plus 1 is 2. When x is 1, y value is 2. When x is 2, that x is greater than 0. 2 is greater than 0. So function is x plus 1. That is 2 plus 1. 2 plus 1 is 3. ഇപ്പോൾ പോസിറ്റീവ് വാല്യൂ കൊടുക്കുമ്പോൾ നമ്മൾ എടുക്കേണ്ടത് എക്സ് പ്ലസ് 1 ആണ്. എക്സിന് 0.1, 0.2, 0.3 ഒക്കെ കൊടുക്കാം. നമ്മൾ ഗ്രാഫ് വരയ്ക്കാൻ എളുപ്പത്തിന് എക്സിന് 1, 2 ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ എക്സിന് നമ്മളിനി നെഗറ്റീവ് വാല്യൂസ് കൊടുക്കണം. വെൻ എക്സ് ലെസ് ദാൻ 0, എഫ് ഓഫ് എക്സ് ഇസ് 1 മൈനസ് എക്സ്. വെൻ എക്സ് ഈക്വൽ ടു മൈനസ് 1, എഫ് ഓഫ് എക്സ് ഇസ് 1 മൈനസ് എക്സ്. 1 മൈനസ് മൈനസ് 1, ദാറ്റ് ഇസ് 1 പ്ലസ് 1, 2. When x is minus 2, 1 minus minus 2, that is 1 plus 2 which is equal to 3. അപ്പോൾ നമ്മൾ എക്സിന് 0 കൊടുക്കുമ്പോൾ 1 എടുക്കണം. എക്സിന് ഗ്രേറ്റർ ദാൻ 0 വാല്യൂസ് കൊടുക്കുന്ന സമയത്ത് എക്സ് പ്ലസ് 1 എടുത്തിട്ടാണ് എഫ് ഓഫ് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കേണ്ടത്. എക്സ് ലെസ് ദാൻ 0 എടുക്കുന്ന സമയത്ത് നമ്മൾ എടുക്കേണ്ടത് 1 മൈനസ് എക്സ്. ഫംഗ്ഷന്റെ ഈ ഡെഫിനിഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് എഫ് ഓഫ് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കേണ്ടത്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വാല്യൂ ടേബിൾ വരയ്ക്കാം. ഇനി പോയിന്റ്സ് ഇതിൽ മാർക്ക് ചെയ്യണം. 0, 1, എക്സ് 0, y 1 ഇവിടെ ഇരിക്കുന്ന പോയിന്റ്. പിന്നെ 1, 2, എക്സ് 1, y 2 ഇവിടെ ഇരിക്കുന്ന പോയിന്റ് മാർക്ക് ചെയ്യണം. എക്സ് 2 വരുമ്പോൾ y വാല്യൂ 3. 2, 3 എന്ന് പറഞ്ഞാൽ ഇവിടെ പോയിന്റ് കിട്ടും. മൈനസ് 1, 2. വെൻ എക്സ് ഇസ് മൈനസ് 1, y വാല്യൂ 2. മൈനസ് 1, 2 എന്ന് പറഞ്ഞ പോയിന്റ് കിട്ടും. വെൻ എക്സ് ഇസ് മൈനസ് 2, y വാല്യൂ 3. മൈനസ് 2, 3 എന്ന് പറഞ്ഞ പോയിന്റ് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുപോലെ വരയ്ക്കാം. ഈ ടൈപ്പ് ഗ്രാഫ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വരച്ചിട്ടുണ്ട് അല്ലേ? ഏത് ഗ്രാഫായത്? ഏതിൻ്റെ ഗ്രാഫായത്? മോഡുലസ് ഫംഗ്ഷന്റെ ഗ്രാഫാണ്. ഷിഫ്റ്റ് നടന്നിട്ടുണ്ട്, വേർട്ടിക്കലി അപ്വേർഡ് ഷിഫ്റ്റ് നടന്നിട്ടുണ്ട്. അതായത് ഈ ഗ്രാഫിന്റെ ഡെഫിനിഷൻ എന്താ? മോഡുലസ് ഓഫ് എക്സ് പ്ലസ് 1. ദിസ് ഇസ് ഗ്രാഫ് ഓഫ് ദിസ് ഫംഗ്ഷൻ ഇസ് ആക്ച്വലി മോഡുലസ് ഓഫ് എക്സ് പ്ലസ് 1.
ഓക്കെ, ഗ്രാഫ് കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. ഇത് വി ഷേപ്പിൽ വരുന്നത് മോഡുലസ് ഓഫ് എക്സിന്റെ ഗ്രാഫാണ്. മോഡുലസ് ഓഫ് എക്സ് 0 ആണ് അതിന്റെ വേർട്ടെക്സ്. ഇവിടെ വേർട്ടെക്സ് ഒരു യൂണിറ്റ് മുകളിലോട്ട് ചാടിയിട്ടുണ്ട്. അതായത് മോഡുലസ് ഓഫ് എക്സ് പ്ലസ് 1 ആണ് ഇവിടുത്തെ ഫംഗ്ഷൻ. ഡൊമൈൻസ് ആർ, റേഞ്ചസ് 1 ഇൻഫിനിറ്റി. വൈ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, 1 നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ എന്താ ചെയ്യുന്നത്, ഗ്രാഫ് മുകളിലോട്ട് വൈ വാല്യൂ ഇങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. ഓക്കെ, ഓരോ പോയിന്റിലും നമ്മൾ വൈ വാല്യൂ എടുത്തു കഴിഞ്ഞാൽ വൈ വാല്യൂ ഇങ്ങനെ കൂടിക്കൊണ്ട് ഇൻക്രീസ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. ഇങ്ങനെ നമ്മളിങ്ങനെ ഗ്രാഫിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് വൈ വാല്യൂ ഇൻക്രീസ് ചെയ്ത് പോകുന്നത് നമുക്ക് കാണാം. വൈ വാല്യൂ ഇൻക്രീസ് ചെയ്തുകൊണ്ട് പോകും ഗ്രാഫിലൂടെ ഇതുപോലെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ. സോ റേഞ്ച് ഇസ് ഈക്വൽ ടു 1 ഇൻഫിനിറ്റി ക്ലോസ്ഡ് അറ്റ് 1. Now third one, let f equal to set ordered pairs 1 1 2 3 0 minus 1 minus 1 minus 3 be a linear function from z into z. Find f of x. ഇപ്പോൾ ലീനിയർ ഫംഗ്ഷൻ ആകുമ്പോൾ ഫംഗ്ഷന്റെ ഫോം എപ്പോഴും എ എക്സ് പ്ലസ് ബി, ആ ഫോമിലാണ് ഉണ്ടാവുക. എ ആൻഡ് ബി ആർ റിയൽ നമ്പേഴ്സ്. തന്നിരിക്കുന്ന ഫംഗ്ഷൻ സെറ്റ് 1 1 2 3 0 minus 1 minus 1 minus 3. f is a linear function. So f of x is ax plus b. a and b are any real numbers. Okay. ഇനി നമ്മൾ ഈ പോയിന്റ്സ് ഇവിടെ തന്നിരിക്കുന്ന ഓർഡർഡ് പെയേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് എയും ബിയും കണ്ടുപിടിക്കണം. നമുക്ക് വളരെ എളുപ്പം ആകുന്നത് ഈ 0 - 1 എടുക്കുമ്പോഴാണ്. എക്സിന് 0 കൊടുക്കുമ്പോൾ വൈ വാല്യൂ -1. ഇത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വാല്യൂസ് കണ്ടുപിടിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ 0 - 1 എടുത്തിരിക്കുന്നത്. അതായത് എക്സ് 0 ആകുമ്പോൾ വൈ വാല്യൂ -1. അതായത് ഈ ഫംഗ്ഷൻ 0നെ -1ലേക്കാണ് മാപ്പ് ചെയ്യുന്നത്. എഫ് ഓഫ് 0 is equal to -1. When x is equal to 0, y is -1. So put x is equal to 0 in this equation. A into 0 plus b is equal to -1. Y value is -1. F of x is -1. So a into 0 plus b is equal to -1. A into 0 is 0. 0 plus b is b. So b is equal to -1. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടി. എക്സ് 0യിലെ ഈ ഓർഡർഡ് പെയർ എടുത്തപ്പോൾ ബിയുടെ വാല്യൂ നമുക്ക് പെട്ടെന്ന് കിട്ടി. b is equal to -1. Now take this ordered pair 1 1. Ordered pair 1 1 belongs to f. അതായത് ഈ എഫ് 1നെ 1ലേക്കാണ് മാപ്പ് ചെയ്യുന്നത്. എഫ് ഓഫ് 1 is equal to 1. That is when x is equal to 1, y value is 1. So put x is equal to 1 in this equation. a into 1 plus b is equal to 1. f of x is 1. a into 1 is a plus b is equal to 1. So a is equal to 1 minus b. ഈ bനെ ഇപ്പുറത്തേക്ക് എടുത്തതാണ്. 1 minus b. b is -1. So 1 minus -1 which is 1 plus 1 which is equal to 2. So a is equal to 2. b is equal to -1. a is equal to 2. So f of x is equal to ax plus b. a is 2, b is -1. So 2x - 1. ഇതാണ് നമ്മുടെ ലീനിയർ ഫംഗ്ഷൻ. ഇപ്പൊ നമ്മൾ 0 - 1 എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. 1 1 2 3 എടുക്കാം. ഇപ്പൊ 1 1 എടുക്കുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ഇക്വേഷൻ കിട്ടും. a plus b equal to 1. നമ്മൾ 2 3 എടുത്തു കഴിഞ്ഞാൽ എക്സിന് 2 കൊടുക്കണം. 2a plus b is equal to 3. വേറൊരു ഇക്വേഷൻ കിട്ടും. 2a plus b equal to 3. ഇപ്പൊ ഈ ഇക്വേഷനും a plus b equal to 1 എന്ന് പറഞ്ഞ ഇക്വേഷനും 2a plus b equal to 3 എന്ന് പറഞ്ഞ ഇക്വേഷൻ സോൾവ് ചെയ്യണം. രണ്ടും മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ആ b പോയി കിട്ടും, എയുടെ വാല്യൂ കിട്ടും. അങ്ങനെയും ചെയ്യാം. ഓക്കെ, ഇത് എളുപ്പമായത് കൊണ്ടാണ് ഇത് വെച്ചിട്ട് ഞാൻ ചെയ്തത്. ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇക്വൽ ടു 2x - 1. ലീനിയർ ഫംഗ്ഷന്റെ ഗ്രാഫ് എപ്പോഴും സ്ട്രെയിറ്റ് ലൈൻ ആണ്. അപ്പൊ അതിന്റെ ഡൊമെയിൻ എന്താ? ഡൊമെയിൻ ആർ, റേഞ്ച് ഇസ് ഓൾസോ ആർ. Fourth one, find domain and range of real valued function f of x equal to root of x minus 1. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയ പ്രോബ്ലം ആണ്. നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കണം. ഡൊമെയിനും റേഞ്ചും കണ്ടുപിടിക്കണം. ഫംഗ്ഷൻ ഇസ് എ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ. ഓക്കെ, എഫ് ഓഫ് എക്സ് ഇസ് എ റിയൽ നമ്പർ. അപ്പൊ ഇത് റിയൽ നമ്പർ ആവണമെങ്കിൽ റൂട്ടിന്റെ അകത്ത് എപ്പോഴും എന്തായിരിക്കണം? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. റൂട്ടിന്റെ അകത്ത് നെഗറ്റീവ് വാല്യൂ വന്നാൽ അത് കോംപ്ലക്സ് നമ്പർ ആയിട്ട് മാറും. അപ്പോൾ ഈ റൂട്ടിന്റെ അകത്ത് ഇരിക്കുന്ന വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. f of x equal to root of x minus 1. f is a real function. So x minus 1 is greater than or equal to 0. ഈ കണ്ടീഷനാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. റിയൽ ഫംഗ്ഷൻ ആകുന്ന സമയത്ത് റൂട്ടിന്റെ അകത്ത് ഗ്രേറ്റർ ദാൻ or equal to 0 ആയിരിക്കും. x minus 1 greater than or equal to 0. Now take -1 to this side. x is greater than or equal to 1. x in the value greater than or equal to 1. So what is domain?
1 ഇൻഫിനിറ്റി ക്ലോസ്ഡ് അറ്റ് 1. ഇവിടെ ഈക്വൽ ടു 1 ഉള്ളത് കൊണ്ട് ഇവിടെ ക്ലോസ്ഡ് ബ്രാക്കറ്റ് ഇടണം. സോ ഡൊമെയിൻ ഇസ് ഈക്വൽ ടു 1 ഇൻഫിനിറ്റി ക്ലോസ്ഡ് അറ്റ് 1. ഇനി നമ്മൾ റേഞ്ച് കണ്ടുപിടിക്കണം. എഫ് ഓഫ് എക്സ് ഇസ് റൂട്ട് ഓഫ് എക്സ് മൈനസ് 1. ഡൊമെയിന് നമുക്ക് കിട്ടി എക്സ് എടുക്കുന്ന വാല്യൂസ് 1 to ഇൻഫിനിറ്റി വരെയുള്ള വാല്യൂസ് ആണ്. എക്സ് ഈക്വൽ ടു 1 വരുന്ന സമയത്ത് എഫ് ഓഫ് എക്സ് ഇസ് റൂട്ട് ഓഫ് 1 മൈനസ് 1, എക്സ് മൈനസ് 1, എക്സ് ഇസ് 1. സോ 1 മൈനസ് 1, റൂട്ട് ഓഫ് 0 ഇസ് 0. അപ്പോൾ എക്സ് 1 വരുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടെ വൈ വാല്യൂ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ 0 ആണ്. എക്സ് 1-നേക്കാളും വലിയ വാല്യൂ എടുക്കുമ്പോൾ എന്താ പറ്റും നോക്കാം നമുക്ക്. എക്സ് 1-നേക്കാളും വലിയൊരു വാല്യൂ എടുക്കുമ്പോൾ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എന്താ കിട്ടുന്നത് നോക്കാം നമുക്കിപ്പോൾ. വെൻ എക്സ് ഇസ് ഈക്വൽ ടു 1.5, എഫ് ഓഫ് എക്സ് ഇസ് റൂട്ട് ഓഫ് 1.5 മൈനസ് 1, ദാറ്റ് ഇസ് റൂട്ട് ഓഫ് 0.5. നൗ ടേക്ക് എക്സ് ഇസ് ഈക്വൽ ടു 5. എഫ് ഓഫ് എക്സ് ഇസ് റൂട്ട് ഓഫ് 5 മൈനസ് 1, ദാറ്റ് ഇസ് റൂട്ട് ഓഫ് 4 വിച്ച് ഇസ് ഈക്വൽ ടു 2. ഈ കിട്ടുന്ന വാല്യൂസ് എല്ലാം ഗ്രേറ്റർ ദാൻ 0 ആണ്. എക്സ് 1 എടുക്കുമ്പോൾ എഫ് ഓഫ് എക്സ് 0 വരും. എക്സ് 1-നേക്കാളും വലിയ വാല്യൂ എടുക്കുന്ന സമയത്ത് എഫ് ഓഫ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ 0. അതായത് എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എപ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. റൂട്ട് ഓഫ് എക്സ് മൈനസ് 1 ഇസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഫോർ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. സോ റേഞ്ച് ഇസ് ഈക്വൽ ടു 0 ഇൻഫിനിറ്റി ക്ലോസ്ഡ് അറ്റ് 0. അപ്പൊ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് 1 വരുമ്പോൾ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എന്താ. എഫ് ഓഫ് എക്സിന്റെ വാല്യൂ 0. അപ്പോൾ ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ 0 ആയിരിക്കും. പിന്നെ എല്ലാ വാല്യൂസും 0-നേക്കാളും വലുതാണ്. എഫ് ഓഫ് എക്സിന്റെ വാല്യൂസ് എല്ലാം 0-നേക്കാളും കൂടുതലായിരിക്കും. കാരണം ഈ എക്സിന്റെ വാല്യൂ ഇവിടെ എടുക്കുന്ന എക്സിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. 1 വരുമ്പോൾ 0, 1-നേക്കാളും വലുതാകുമ്പോൾ ഇതൊരു പോസിറ്റീവ് നമ്പർ ആയിരിക്കും. റൂട്ട് ഓഫ് എ പോസിറ്റീവ് നമ്പർ ഇസ് ക്ലിയർലി ഗ്രേറ്റർ ദാൻ 0. സോ റേഞ്ച് ഇസ് ഈക്വൽ ടു 0 ഇൻഫിനിറ്റി ക്ലോസ്ഡ് അറ്റ് 0. When f of x is root of x minus 1, domain equal to 1 infinity closed at 1, range equal to 0 infinity closed at 0. x minus 1 പകരം x minus 2 എടുത്തു കഴിഞ്ഞാലോ f of x is root of x minus 2. അപ്പോൾ നമ്മൾ എടുക്കേണ്ട കണ്ടീഷൻ x minus 2 greater than or equal to 0, x is greater than or equal to 2. So domain is equal to 2 infinity closed at 2. Range is equal to 0 infinity closed at 0. When x is 2, root of x minus 2 is 0. When x is greater than 2, root of x minus 2 is greater than 0. So range is clearly equal to 0 infinity closed at 0. When f of x is root of x plus 2, x plus 2 greater than or equal to 0 implies x is greater than or equal to minus 2. So domain is equal to minus 2 infinity closed at minus 2 and the range is 0 infinity closed at 0. When x is equal to minus 2, f of x is 0. When x is greater than minus 2, f of x is greater than 0. So range is 0 infinity closed at 0. ഈ ഫംഗ്ഷന്റെ എല്ലാം റേഞ്ച് സെയിം ആണ് അല്ലേ. റേഞ്ച് നോക്കിയേ 0 ഇൻഫിനിറ്റി ക്ലോസ്ഡ് അറ്റ് 0 തന്നെയാണ്. ഡൊമൈനിൽ മാറ്റം വരുന്നുണ്ട്. ഇവിടെ 1 വന്നപ്പോൾ എക്സ് മൈനസ് 1 വരുമ്പോൾ 1 ഇൻഫിനിറ്റി ക്ലോസ്ഡ് അറ്റ് 1. എക്സ് മൈനസ് 2 വന്നപ്പോൾ 2 ഇൻഫിനിറ്റി ക്ലോസ്ഡ് അറ്റ് 2. എക്സ് പ്ലസ് 2 ആണ് ഇതിന്റെ അകത്ത് വരുന്നതെങ്കിൽ, എക്സ് പ്ലസ് 2 ആണ് റൂട്ടിന്റെ അകത്ത് വരുന്നതെങ്കിൽ ഡൊമൈൻ വന്നത് എന്താ, മൈനസ് 2 ഇൻഫിനിറ്റി ക്ലോസ്ഡ് അറ്റ് മൈനസ് 2. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എക്സ് റൂട്ട് ഓഫ് എക്സ് മൈനസ് എ വന്നാൽ എന്താ ഡൊമൈൻ, എക്സ് മൈനസ് 1 വന്നാൽ 1 ഇൻഫിനിറ്റി, എക്സ് മൈനസ് 2 വന്നാൽ 2 ഇൻഫിനിറ്റി, എക്സ് മൈനസ് എ വന്നാൽ എ ഇൻഫിനിറ്റി ക്ലോസ്ഡ് അറ്റ് എ. റേഞ്ച് സെയിം സെറ്റ് 0 ഇൻഫിനിറ്റി ക്ലോസ്ഡ് അറ്റ് 0. അപ്പോൾ ഈ റിസൾട്ട് നന്നായിട്ട് മനസ്സിൽ വെച്ചേക്കണം. If f of x is equal to root of x minus a, domain equal to a infinity closed at a, range is equal to 0 infinity closed at 0. റൂട്ട് ഓഫ് എക്സ് മൈനസ് എയുടെ ഗ്രാഫുകളാണ്. എയുടെ വാല്യൂ -5 to 5 വരെ പോകുന്നുണ്ട്. റൂട്ട് ഓഫ് എക്സ് മൈനസ് 1, റൂട്ട് ഓഫ് എക്സ് മൈനസ് 2, റൂട്ട് ഓഫ് എക്സ് മൈനസ് 3, റൂട്ട് ഓഫ് എക്സ് മൈനസ് 4, റൂട്ട് ഓഫ് എക്സ് മൈനസ് 5. അപ്പോൾ നമ്മൾ ഈ റൂട്ട് ഓഫ് എക്സ് മൈനസ് 5 എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ഡൊമൈന് വരുന്നത് 5 to ഇൻഫിനിറ്റി ക്ലോസ്ഡ് അറ്റ് 5 ആണ്. ഈ ഫംഗ്ഷന്റെ റേഞ്ച് വരുന്നത് 0 to ഇൻഫിനിറ്റി ആണ്. റൂട്ട് ഓഫ് എക്സ് മൈനസ് 4 എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ഡൊമൈൻ 4 to ഇൻഫിനിറ്റി വരും. For different values of a, graphs of root of x minus a. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഗ്രാഫ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, 5 എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്.
റൂട്ട് ഓഫ് എക്സ് പ്ലസ് 5 ആണ് ഈ ആദ്യം കാണുന്ന ഗ്രാഫ്. അത് സ്റ്റാർട്ട് ചെയ്യുന്നത് -5. ഡൊമൈൻ ഇസ് ഈക്വൽ ടു -5 ഇൻഫിനിറ്റി ക്ലോസ്ഡ് അറ്റ് -5. ദിസ് ഈസ് ഗ്രാഫ് ഓഫ് റൂട്ട് ഓഫ് എക്സ് പ്ലസ് 4. Domain equal to -4 infinity, range is equal to 0 infinity. Graph of root of x plus 3. Domain equal to -3 infinity, closed at -3, range is 0 infinity, closed at 0. Now this is graph of root of x plus 2. Domain equal to -2 infinity, closed at -2, range is equal to 0 infinity, etc. Now fifth one, find domain and range of f of x equal to root of 9 minus x square. Now since f is a real function, 9 minus x square is greater than or equal to 0. Root in the positive value varanam. 9 minus x square greater than or equal to 0. So 9 is greater than or equal to minus x square ni ippurathe kedukkanam, RHS il kedukkanam, minus x square becomes x square. 9 is greater than or equal to x square. Or x square is less than or equal to 9. X square ന്റെ value less than or equal to 9 ആവണമെങ്കിൽ x ന്റെ value ഏതൊക്കെ വാല്യൂസ് എക്സിന് എടുക്കാൻ പറ്റും? x is in between -3 and 3. -3 less than or equal to x, less than or equal to 3. എക്സിന് നമ്മൾ 4 കൊടുത്തു എന്ന് വിചാരിക്കുക. when x is equal to 4, 4 square is 16. അപ്പം നമുക്ക് എന്താ കിട്ടുന്നത്? 16 less than or equal to 9 കിട്ടും. അത് ശരിയാണോ? അല്ല. ഇപ്പൊ എക്സിന് 3നേക്കാളും വലിയ വാല്യൂ എടുക്കുമ്പോൾ ഈ ഇൻഇക്വാലിറ്റി ഫോൾസ് കിട്ടും, ഫോൾസ് ഇൻഇക്വാലിറ്റി കിട്ടും. അപ്പൊ നമ്മൾ എക്സിന് എടുക്കേണ്ട വാല്യൂ എപ്പോഴും ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആണ്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാലും -4 -5 എടുത്തു കഴിഞ്ഞാലും ഈ ഇൻഇക്വാലിറ്റി തെറ്റായിട്ട് മാറും. സോ -3 is less than or equal to x, less than or equal to 3. എക്സിന്റെ വാല്യൂ -3ഉം 3ഉം ആകാം. -3യുടെയും 3യുടെയും ഇടയിൽ വരുന്ന ഏത് റിയൽ നമ്പർ എടുത്തു കഴിഞ്ഞാലും ഈ ഇൻഇക്വാലിറ്റി കറക്റ്റ് ആയിട്ട് കിട്ടും. അല്ലാത്ത സമയത്തൊക്കെ ഈ ഇൻഇക്വാലിറ്റി റോങ് ആയിട്ട് വരും. സോ എക്സ് ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇന്റർവൽ -3 3. സോ ഡൊമൈൻ ഇസ് ഈക്വൽ ടു ക്ലോസ്ഡ് ഇന്റർവൽ -3 3. ഇനി നമുക്ക് റേഞ്ച് കണ്ടുപിടിക്കാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് 9 minus x square. ഡൊമൈൻ നമ്മൾ കണ്ടുപിടിച്ചു, ക്ലോസ്ഡ് ഇന്റർവൽ -3 3. When x is equal to -3, f of x is root of 9 minus 9. -3 square 9 ആണ്. So 9 minus 9, that is 0. Root of 0 is 0. When x equal to -3, f of x is 0. When x is equal to 0, 9 minus 0, that is 9. Root of 9 is 3. When x is equal to 0, f of x is 3. When x is equal to 3, ഈ വാല്യൂ upper limit എടുത്തു. When x is equal to 3, f of x is 9 minus 9, that is 0. Root of 0 is 0. So f of x is 0. Okay. ഇനി നമ്മൾ ഇതിന്റെ ഇടയ്ക്ക് വരുന്ന ഏത് റിയൽ നമ്പർ എടുത്തു കഴിഞ്ഞാലും എഫ് ഓഫ് എക്സിന്റെ വാല്യൂ 0ന്റെയും 3ന്റെ ഇടയിൽ വരുന്നത് നമുക്ക് കാണാം. നിങ്ങൾ എക്സിന് ഏത് വാല്യൂ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും when x is equal to 1, root of 9 minus 1, root 8 കിട്ടും, which is less than 3. When x is 2, root of 9 minus 4, that is root 5, which is less than 3. When x is equal to -2, root of 9 minus 4, which is root 5, which is less than 3. അതായത് എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എപ്പോഴും 0ന്റെയും 3ന്റെ ഇടയിൽ തന്നെ വരും. ഈക്വൽ ടു 0 വരും, ഈക്വൽ ടു 3യും വരും. ഓക്കെ, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. സോ റേഞ്ച് ഓഫ് ദിസ് ഫംഗ്ഷൻ ഇസ് ക്ലോസ്ഡ് ഇന്റർവൽ 0 3. So when f of x is equal to root of 9 minus x square, domain is equal to closed interval -3 3, range is equal to closed interval 0 3. നമ്മൾ ഫംഗ്ഷൻ ഒന്ന് ചെറുതായിട്ട് മാറ്റിയിട്ടെടുക്കാം. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 16 മൈനസ് എക്സ് സ്ക്വയർ. അന്നേരം ഡൊമൈൻ എന്തായിരിക്കും? ഡൊമൈൻ ഇസ് ഈക്വൽ ടു ക്ലോസ്ഡ് ഇന്റർവൽ -4 4. 16 minus x square greater than or equal to 0 implies x square is less than or equal to 16. That implies x belongs to closed interval -4 4. Range is equal to 0 4. When x is 0, we get f of x 4. When x is equal to 4 or -4, we get f of x is equal to 0. അതല്ലാതെ വേറെ ഏത് എക്സ് വാല്യൂ എടുത്തു കഴിഞ്ഞാലും എഫ് ഓഫ് എക്സിന്റെ വാല്യൂ ഈ ഇന്റർവലിന്റെ അകത്ത് തന്നെ ഉണ്ടാകും. സോ റേഞ്ച് ഇസ് ഈക്വൽ ടു ക്ലോസ്ഡ് ഇന്റർവൽ 0 4. ഓക്കെ, when f of x is root of 9 minus x square, domain is closed interval -3 3, range is 0 3. f of x is root of 16 minus x square, domain equal to closed interval -4 4,
range is equal to closed interval 0, 4. When f of x is equal to root of 25 minus x square, what is domain? Closed interval minus 5, 5. Range is equal to closed interval 0, 5. In general, when f of x is equal to root of a square minus x square, domain is equal to closed interval minus a and range is equal to closed interval 0a. ഇത് നന്നായിട്ട് പഠിച്ചു വെച്ചേക്കണം. f of x is equal to root of a square minus x square, domain is equal to closed interval minus a and range is equal to closed interval 0a. അതിന്റെ ഗ്രാഫാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഓക്കെ, ഡൊമെയിനും റേഞ്ചും നന്നായിട്ട് പഠിച്ചു വെച്ചേക്കണം. നിങ്ങൾ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഡൊമെയിൻ റേഞ്ച് എന്താ വരുന്നതെന്ന്. ആദ്യത്തെ ഫംഗ്ഷൻ നോക്കിയേ, ഓരോ ഗ്രാഫിന്റെ ഡൊമെയിനും റേഞ്ചും ഒന്ന് ഒബ്സർവ് ചെയ്യാം. റൂട്ട് ഓഫ് 3 സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ, റൂട്ട് ഓഫ് 5 സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ, റൂട്ട് ഓഫ് 6 സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഡൊമെയിൻ എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് ഇവിടം വരെ വരുന്ന വാല്യൂ, റേഞ്ച് എന്ന് പറയുമ്പോൾ ഈ വാല്യൂസ് ആണ്. ഇപ്പൊ ഡൊമെയിനും റേഞ്ചും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ഇപ്പൊ ഡൊമെയിൻ എന്ന് പറയുമ്പോൾ എക്സ് ആക്സിസിൽ വരുന്ന ഇവിടെ നിന്ന് ഇവിടം വരെ ഇല്ല വാല്യൂ, റേഞ്ച് എന്ന് പറയുമ്പോൾ ഈ വാല്യൂ ആണ്, വൈ വാല്യൂ. Sixth one, find domain and range of the function f of x equal to x plus 1 divided by x minus 2. Domain is set of all x such that f of x is defined. Domain is set of all x where the function is defined. In this case, when the denominator is equal to 0, function is not defined. That is when x is equal to 2. 2 minus 2 is 0. When x is equal to 2, this function is not defined. So what is domain? R minus set 2. വളരെ ഈസി ആയിട്ട് നമുക്ക് ഡൊമെയിൻ കണ്ടുപിടിക്കാം. എക്സ് പ്ലസ് 1 ബൈ എക്സ് മൈനസ് 2 ആണ് ഫംഗ്ഷൻ. ഇപ്പോൾ എഫ് ഓഫ് എക്സ് ഡിഫൈൻ ആവണമെങ്കിൽ ഡിനോമിനേറ്റർ നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം, എക്സ് മൈനസ് 2 നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം, അതായത് എക്സ് നോട്ട് ഈക്വൽ ടു 2 ആയിരിക്കണം. സോ ഡൊമെയിൻ ഈസ് ഈക്വൽ ടു ആർ മൈനസ് സെറ്റ് 2. എക്സിന് ഈ ഒരു വാല്യൂ മാത്രം എടുക്കാൻ പാടില്ല. ഓക്കെ, ഏത് റിയൽ നമ്പർ വേണമെങ്കിലും എക്സിന് കൊടുക്കാം, പക്ഷെ 2 മാത്രം കൊടുക്കാൻ പാടില്ല. ഇപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത് ഡിനോമിനേറ്റർ 0 ആവുന്നത് എപ്പോഴാണ്? എക്സിന് 2 എടുക്കുമ്പോഴാണ് ഡിനോമിനേറ്റർ 0 ആകുന്നത്. ആ വാല്യൂവിനെ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സിൽ നിന്നും എലിമിനേറ്റ് ചെയ്യണം. സോ ഡൊമെയിൻ ഇസ് ഈക്വൽ ടു ആർ മൈനസ് സെറ്റ് 2. വളരെ ഈസി ആയിട്ട് നമുക്ക് ഡൊമെയിൻ കണ്ടുപിടിക്കാം. ഇനി നമ്മൾ റേഞ്ച് ആണ് കണ്ടുപിടിക്കുന്നത്. റേഞ്ച് കണ്ടുപിടിക്കാൻ നമ്മൾ ഈ ഒരു മെത്തഡാണ് ഉപയോഗിക്കുന്നത്. ശ്രദ്ധിച്ചിട്ട് കേൾക്കണേ. തന്നിരിക്കുന്ന ഫംഗ്ഷനെ y ആയിട്ട് എടുക്കണം. ഈ മെത്തഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് സെക്കൻഡ് ഇയറും ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ, ഫംഗ്ഷന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ, ഓൺ ടു പ്രൂവ് ചെയ്യാൻ ഒക്കെ നമ്മൾ ഈ മെത്തഡ് ഉപയോഗിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു മെത്തഡാണ്. ടു ഫൈൻഡ് റേഞ്ച് ടേക്ക് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ്, എക്സ് പ്ലസ് 1 ഡിവൈഡ് ബൈ എക്സ് മൈനസ് 2. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ സൈഡ് എക്സ് വരുന്ന പോലെ ഇത് സിംപ്ലിഫൈ ചെയ്യണം. ഇവിടെ ഇപ്പോൾ ഈ സൈഡ് y ആന്നിരിക്കുന്നത്. ഇത് സിംപ്ലിഫൈ ചെയ്തിട്ട് ഈ സൈഡിൽ എക്സ് നടന്ന വേരിയബിളും y ഉള്ള വേരിയബിളും ഒക്കെ ഇവിടെ വരുന്ന പോലെ നമ്മളിത് സിംപ്ലിഫൈ ചെയ്ത് കൊണ്ടുവരണം. അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഡിനോമിനേറ്ററിനെ ഇങ്ങോട്ടേക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഡിനോമിനേറ്ററിനെ LHSലേക്ക് എടുക്കാം. y ഇൻറ്റു എക്സ് മൈനസ് 2 ഈക്വൽ ടു എക്സ് പ്ലസ് 1. സോ y ഇൻറ്റു എക്സ് ഇസ് എക്സ് വൈ, y ഇൻറ്റു മൈനസ് 2 ഇസ് മൈനസ് 2y ഈക്വൽ ടു എക്സ് പ്ലസ് 1. ഇനി നമ്മൾ ചെയ്യേണ്ടത് എക്സ് ഇരിക്കുന്ന ടേംസ്, RHS ഇരിക്കുന്ന എക്സ് ഉള്ള ടേംസിനൊക്കെ LHSലേക്ക് കൊണ്ടുപോകണം. ഈ എക്സിനെ ഇങ്ങോട്ടേക്ക് എടുക്കണം, മൈനസ് 2yനെ RHSലേക്ക് എടുക്കണം. അപ്പൊ ഇവിടുത്തെ എക്സ് ഇപ്പുറത്തേക്ക് പോകുന്ന സമയത്ത് മൈനസ് എക്സ് ആയിട്ട് മാറും. എക്സ് വൈ മൈനസ് എക്സ്, മൈനസ് 2y RHSലേക്ക് പോകുമ്പോൾ പ്ലസ് 2y. സോ വി ഗെറ്റ് 1 പ്ലസ് 2y. എക്സിനെ ഇങ്ങോട്ടേക്ക് എടുത്തു, മൈനസ് 2yനെ ഇപ്പുറത്തേക്ക് എടുത്തു. So we get xy minus x equal to 1 plus 2y. Now take x outside. x into ഇവിടെ എന്താ വരുന്നത്? y minus 1. ഇവിടുന്ന് x പോകുമ്പോൾ ഇവിടെ 1 ഉണ്ടാകും. x is x into 1 ആണ്. അപ്പൊ നമ്മൾ x കോമൺ ആയിട്ട് പുറത്ത് വെക്കുമ്പോൾ ഇവിടെ y, ഇവിടെ 1. So y minus 1. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ y minus 1നെ RHSലേക്ക് കൊണ്ടുപോകണം. ഇവിടെ പ്രൊഡക്റ്റ് ആണ്, ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഡിവൈഡഡ് ബൈ ആയിട്ട് വരും. ഇവിടെ ന്യൂമറേറ്ററിൽ ഇരിക്കുന്ന സംഭവം RHSലേക്ക് പോകുമ്പോൾ ഡിനോമിനേറ്ററിലേക്ക് വരും. So x is equal to 1 plus 2y divided by y minus 1. അപ്പോൾ നമ്മൾ ഇനി ചെയ്യേണ്ടത് എന്താ? ഡിനോമിനേറ്റർ നോട്ട് ഈക്വൽ ടു 0 ആകുന്നത് എപ്പോഴാണ് നോക്കണം.
denominator, that is y minus 1 not equal to 0 when y is not equal to 1. അതായത് yക്ക് നമ്മൾ 1 കൊടുക്കാൻ പാടില്ല. അപ്പോൾ റേഞ്ച് എന്തായിരിക്കും? r മൈനസ് സെറ്റ് 1. y വാല്യൂ y 1 എടുക്കാൻ പാടില്ല. y 1 എടുക്കുമ്പോൾ നമുക്ക് x കണ്ടുപിടിക്കാൻ പറ്റൂല. സോ റേഞ്ച് ഇസ് ഈക്വൽ ടു r മൈനസ് സെറ്റ് 1. കോഡൊമെയിനിലെ 1 നടന്ന വാല്യൂവിന് നമുക്ക് പ്രീ ഇമേജ് എക്സ് കണ്ടുപിടിക്കാൻ പറ്റൂല. y ഈക്വൽ ടു 1 കൊടുത്തു കഴിഞ്ഞാൽ എക്സ് ഇസ് നോട്ട് ഡിഫൈൻഡ്. കോഡൊമെയിനിലിരിക്കുന്ന y 1ന് അവിടെ ഒരു എക്സ് പ്രീ ഇമേജ് ഇല്ല. സോ റേഞ്ച് ഇസ് ഈക്വൽ ടു r മൈനസ് സെറ്റ് 1. yക്ക് നമ്മൾ 1 കൊടുക്കാൻ പാടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആറിൽ നിന്നും 1നെ എലിമിനേറ്റ് ചെയ്യണം. ഇതൊക്കെ yയുടെ വാല്യൂസ് ആണ്. സോ റേഞ്ച് ഇസ് ഈക്വൽ ടു r മൈനസ് സെറ്റ് 1. ഇപ്പൊ നമ്മൾ മനസ്സിൽ ഓർത്ത് വെക്കേണ്ട 2 കാര്യങ്ങളാണിത്. ടു ഫൈൻഡ് ഡൊമെയിൻ റൈറ്റ് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. ഓക്കെ, ടു ഫൈൻഡ് ഡൊമെയിൻ റൈറ്റ് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. ഡൊമെയിൻ ഈക്വൽ ടു r മൈനസ് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് ഡിനോമിനേറ്റർ ഈക്വൽ ടു 0. എഫ് ഓഫ് എക്സ് റാഷണൽ ഫംഗ്ഷന്റെ ഫോം വന്നു കഴിഞ്ഞാൽ ഡിനോമിനേറ്ററിൽ ഒരു ഫംഗ്ഷൻ ഉണ്ടാകും. ഡിനോമിനേറ്റർ 0 വരുന്നത് ഏത് എക്സിലാന്ന് കണ്ടുപിടിക്കണം. ഡിനോമിനേറ്റർ 0 ആകുന്ന എക്സ് വാല്യൂസിനെ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സിൽ നിന്നും ഡിലീറ്റ് ചെയ്യണം, എലിമിനേറ്റ് ചെയ്യണം. r മൈനസ് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് ഡിനോമിനേറ്റർ ഈക്വൽ ടു 0. ടു ഫൈൻഡ് റേഞ്ച് റൈറ്റ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് വൈ. ഓക്കെ, റേഞ്ച് കണ്ടുപിടിക്കാൻ നമ്മൾ ഫംഗ്ഷനെ സിംപ്ലിഫൈ ചെയ്തിട്ട് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് വൈ എന്ന് എഴുതണം. ആദ്യം സ്റ്റാർട്ട് ചെയ്യേണ്ടത് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്നാണ്. അതിങ്ങനെ സിംപ്ലിഫൈ ചെയ്തിട്ട് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് വൈ, ഫംഗ്ഷൻ ഓഫ് വൈ പോലെ കൊണ്ടുവരണം. ഓക്കെ, എക്സ് ഇസ് ഈക്വൽ ടു എ ഫംഗ്ഷൻ ഓഫ് വൈ ആയിട്ട് മാറ്റണം. അതിനുശേഷം ഡിനോമിനേറ്റർ 0 ആവുന്നത് എപ്പോഴാണ് നോക്കണം. സോ റേഞ്ച് ഇസ് ഈക്വൽ ടു r മൈനസ് സെറ്റ് ഓഫ് ഓൾ വൈ സച്ച് ദാറ്റ് ഡിനോമിനേറ്റർ ഈക്വൽ ടു 0. ഈ മെത്തേഡ് നന്നായിട്ട് പഠിച്ചു വെക്കണം. ഓക്കെ, y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് എടുത്തിട്ട് എക്സ് ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് വൈയിലേക്ക് അതിനെ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരണം. ഡിനോമിനേറ്റർ 0 ആകുന്ന y വാല്യൂസ് കണ്ടുപിടിക്കണം. റേഞ്ച് ഇസ് ഈക്വൽ ടു r മൈനസ് സെറ്റ് ഓഫ് ഓൾ y സച്ച് ദാറ്റ് ഡിനോമിനേറ്റർ ഈക്വൽ ടു 0. നമുക്കൊരു എക്സാമ്പിൾ കൂടി നോക്കാം. ഫൈൻഡ് ഡൊമെയിൻ ആൻഡ് റേഞ്ച് ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2x plus 3 5x plus 7. f of x is equal to 2x plus 3 divided by 5x plus 7. ഡൊമെയിൻ കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ്. ഡിനോമിനേറ്റർ ഈക്വൽ ടു 0 എടുക്കാം. 5x plus 7 ഈക്വൽ ടു 0. 5x ഈക്വൽ ടു മൈനസ് 7. x is equal to മൈനസ് 7 by 5. എക്സിന് മൈനസ് 7 by 5 കൊടുത്താൽ ഡിനോമിനേറ്റർ 0 ആകും. ഫംഗ്ഷൻ നോട്ട് ഡിഫൈൻഡ് ആകും. അന്നേരം ഡൊമെയിൻ എന്താ? ഡൊമെയിൻ ഇസ് ഈക്വൽ ടു r മൈനസ് സെറ്റ് മൈനസ് 7 by 5. ഓക്കെ, r മൈനസ് സെറ്റ് മൈനസ് 7 by 5. ആൻസർ പെട്ടെന്ന് കണ്ടുപിടിക്കാമല്ലോ. ഡിനോമിനേറ്റർ 0 വരുന്നത് എപ്പോഴാണ് നോക്കണം. 5x ഈക്വൽ ടു മൈനസ് 7, എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് 7 by 5. സോ ഡൊമെയിൻ ഇസ് ഈക്വൽ ടു r മൈനസ് സെറ്റ് മൈനസ് 7 by 5. ഇനി നമ്മൾ റേഞ്ച് ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. റേഞ്ച് കണ്ടുപിടിക്കാൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് സ്റ്റാർട്ട് ചെയ്യണം. y ഈക്വൽ ടു 2x plus 3 ഡിവൈഡ് ബൈ 5x plus 7. ഈ ഡിനോമിനേറ്ററിനെ LHSലേക്ക് എടുക്കണം. y into 5x plus 7 is equal to 2x plus 3. y into 5x, that is 5xy. y into 7 is 7y equal to 2x plus 3. ഇനി നമ്മൾ ചെയ്യേണ്ടത് x ഇരിക്കുന്ന ടേമിനെ LHSലേക്ക് കൊണ്ടുപോകണം. 5xy minus 2x equal to 3. ഈ 7yനെ RHSലേക്ക് കൊണ്ടുവരണം. 3 minus 7y. Now take x outside. x into 5y minus 2 equal to 3 minus 7y. So x is equal to 3 minus 7y divided by 5y minus 2. So x equal to function of y ആ ഫോമിലേക്ക് വന്നു. അപ്പോൾ ഇവിടെ ഡിനോമിനേറ്റർ 0 ആവുന്നത് എപ്പോഴാണ്? 5 minus 2 0 ആവണമെങ്കിൽ y equal to 2 by 5 ആവണം. അപ്പോൾ ഈ വാല്യൂ yക്ക് കൊടുക്കാൻ പാടില്ല. ഈ വാല്യൂ നമ്മൾ yക്ക് എടുത്തു കഴിഞ്ഞാൽ x is not defined ആയിട്ട് മാറും. ഇവിടെ 0 വരും. ഓക്കെ, ഡിനോമിനേറ്റർ 0 വന്നാൽ x is not defined. y equal to 2 by 5 ആകുന്ന സമയത്ത് നമുക്ക് x കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അതായത് റേഞ്ചിൻ്റെ അകത്ത് y വാല്യൂ 2 by 5 നമ്മൾ ഡിലീറ്റ് ചെയ്യണം. സോ റേഞ്ച് is equal to r മൈനസ് സെറ്റ് 2 by 5. In general, when f of x is equal to ax plus b divided by cx plus d, domain കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഡിനോമിനേറ്റർ ഈക്വൽ ടു 0 എടുക്കണം. cx ഈക്വൽ ടു മൈനസ് ഡി, എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ഡി ബൈ സി.
So domain is equal to R minus set minus D by C. ഈ മെത്തഡ് പഠിച്ചു വെച്ചാൽ മതി. ഇത് ബൈ ഹാർട്ട് അടിക്കാനൊന്നും നിൽക്കണ്ട. ഡിനോമിനേറ്റർ ഈക്വൽ ടു 0 എടുക്കുക, എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക, ആറിൽ നിന്നും ആ വാല്യൂ മൈനസ് ചെയ്യണം. ആർ മൈനസ് സെറ്റ് മൈനസ് ഡി ബൈ സി. റേഞ്ച് കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആയിട്ട് എടുക്കണം. y ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി ഡിവൈഡ് ബൈ സി എക്സ് പ്ലസ് ഡി. ഈ ഡിനോമിനേറ്ററിനെ ഇങ്ങോട്ടേക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. y ഇൻറ്റു സി എക്സ് പ്ലസ് ഡി ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി. y ഇൻറ്റു സി എക്സ് സി എക്സ് വൈ. y ഇൻറ്റു ഡി ഇസ് ഡി വൈ ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി. എക്സ് ഇരിക്കുന്ന ടേമിനെ എൽ എച്ച് എസിലേക്ക് എടുക്കണം. സി എക്സ് വൈ മൈനസ് എ എക്സ് ഈക്വൽ ടു ബി മൈനസ് ഡി വൈ. നൗ ടേക്ക് എക്സ് ഔട്ട് സൈഡ്. എക്സ് ഇൻറ്റു cy minus a equal to b minus dy. So x is equal to b minus dy divided by cy minus a. Now take denominator equal to 0. Find the value of y. cy minus a is equal to 0. cy equal to a. y is equal to a by c. ഈ y വാല്യൂവിനെ r ൽ നിന്നും ഡിലീറ്റ് ചെയ്യണം. സോ റേഞ്ച് is equal to r minus set a by c. ഈ മെത്തഡ് നന്നായിട്ട് പഠിച്ചു വെച്ചേക്കണം. So, when f of x is equal to ax plus b by cx plus d, domain is equal to r minus set minus d by c, and range is equal to r minus set a by c. Find the domain of the function f of x equal to x square plus 2x plus 1 divided by x square minus 8x plus 12. This function is defined only if denominator is not equal to 0. ഇപ്പോൾ ഡിനോമിനേറ്റർ 0 വരുന്ന എക്സിന്റെ വാല്യൂസ് കണ്ടുപിടിക്കണം. ആ വാല്യൂസിനെ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സിൽ നിന്നും ഡിലീറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഡിനോമിനേറ്റർ ഈക്വൽ ടു 0 എന്ന് എടുക്കണം. Take denominator equal to 0, find the values of x. Denominator is a quadratic function. Denominator is a quadratic function. So x square minus 8x plus 12 equal to 0 implies x is equal to minus b plus or minus root of b square minus 4ac whole divided by 2a, where a is 1, b is minus 8, c is 12. ആ values ഇതിൽ substitute ചെയ്ത് കഴിഞ്ഞാൽ minus b is minus 8, so minus b is 8 plus or minus b square 64 minus 4 into a into c, 4 into 1 into 12, that is 48, minus 48 whole divided by 2a, 2 into 1, that is 2. 64 minus 48 is 16, root of 16 is 4. 8 plus 4, 12, 12 by 2. 8 minus 4 is 4, 4 by 2. So 6 and 2. So values of x are 2 and 6. So domain is equal to r minus set 2, 6. x ന് 2 കൊടുക്കുമ്പോൾ ഡിനോമിനേറ്റർ 0 ആകും, ഫംഗ്ഷൻ നോട്ട് ഡിഫൈൻഡ് ആകും. x ന് 6 കൊടുക്കുമ്പോഴും ഡിനോമിനേറ്റർ 0 വരും, ഫംഗ്ഷൻ നോട്ട് ഡിഫൈൻഡ് ആകും. അതുകൊണ്ട് ഡിനോമിനേറ്റർ 0 ആകുന്ന എക്സ് വാല്യൂസ് കണ്ടുപിടിച്ചിട്ട് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സിൽ നിന്നും ആ വാല്യൂസ് ഡിലീറ്റ് ചെയ്യണം. അതാണ് നമ്മുടെ ഡൊമൈൻ. ഡൊമൈൻ ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ആർ മൈനസ് സെറ്റ് 2, 6. Now next one, find the range of each of the following functions. First one, f of x equal to 2 minus 3x. X belongs to R and x is greater than 0. Second one, f of x equal to x square plus 2, x is a real number. Third one, f of x is equal to x is a real number. ഈ വാല്യൂസ് ഒന്ന് ശ്രദ്ധിക്കണം. ഇവിടെ x greater than 0 ആണ്. x greater than 0 വരുമ്പോൾ എന്താണ് റേഞ്ച്? അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. f of x is equal to 2 minus 3x, x belongs to R and x greater than 0. ഈ കണ്ടീഷനും കൂടി ഉണ്ട്. x greater than 0 ആണ്. x എടുക്കുന്ന വാല്യൂസ് greater than 0 ആണ്. അന്നേരം ഡൊമൈൻ എന്താ? 0 ഇൻഫിനിറ്റി. ഓപ്പൺ ബ്രാക്കറ്റ് ആണ്. ഇവിടെ ഈക്വൽ ടു ഇല്ല. x is greater than 0. So domain is equal to open interval 0 ഇൻഫിനിറ്റി. ഓക്കെ, നമ്മൾ ഇനി കണ്ടുപിടിക്കേണ്ടത് റേഞ്ച് ആണ്. റേഞ്ച് കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് ടേക്ക് y ഈക്വൽ ടു f of x, y ഈക്വൽ ടു 2 minus 3x. Okay, now take this minus 3x to LHS, y to RHS. So we get 3x is equal to 2 minus y, x is equal to 2 minus y by 3. Now given x greater than 0, x greater than 0 implies 2 minus y by 3 greater than 0, that is 2 minus y is greater than 0. 3 into 0 is 0. So 2 minus y is greater than 0. So 2 is greater than y. Minus y ഇപ്പുറത്തേക്ക് എടുക്കണം. 2 is greater than y or y is less than 2. 2 greater than y, that is y is less than 2. So y is less than 2. y എടുക്കുന്ന വാല്യൂസ് ലെസ് ദാൻ 2 ആണ്. 2ൽ നിന്നും ചെറിയ വാല്യൂയിലേക്കാണ് y പോകുന്നത്. 2വിനേക്കാളും ചെറിയ വാല്യൂസ് ആണ് y എടുക്കുന്നത്. അന്നേരം റേഞ്ച് എന്തായിരിക്കും?
മൈനസ് ഇൻഫിനിറ്റി 2. മാക്സിമം വാല്യൂ 2 ആവില്ല, മാക്സിമം വാല്യൂ 2 അല്ല, 2 ആവുന്നില്ല. y is not equal to 2, y is less than 2. അതുകൊണ്ടാണ് ഇവിടെ ഓപ്പൺ ബ്രാക്കറ്റ് ഇട്ടിരിക്കുന്നത്. 2ന്റെ അടുത്തേക്ക് പോകും, പക്ഷെ y is not equal to 2. Range is equal to open interval minus infinity 2. f of x is equal to 2 minus 3xന്റെ ഗ്രാഫ് ആണിത്. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം x greater than 0 ആണ്. x is not equal to 0, x is greater than 0. ഇപ്പോൾ 0, 2 എന്ന് പറഞ്ഞ പോയിന്റ് ഗ്രാഫിൻ്റെ അകത്ത് വരില്ല. x 0 വരുമ്പോൾ f of x 2 ആണ്, പക്ഷെ x 0 നമ്മുടെ ഡൊമൈൻ്റെ അകത്തില്ല. ഡൊമൈൻ ഇസ് ഓപ്പൺ ഇന്റർവൽ 0 ഇൻഫിനിറ്റി. x is greater than 0. 0ന്റെ റൈറ്റ് സൈഡിൽ വരുന്ന എല്ലാ റിയൽ വാല്യൂസും x എടുക്കും. But x is not equal to 0 and x is not equal to any negative real numbers. X is greater than 0. So this point 0, 2 not belongs to graph. അതുകൊണ്ടാണ് ഇവിടെ ഒരു ഓപ്പൺ സർക്കിൾ, അൺഷെയ്ഡഡ് സർക്കിൾ വരച്ചിരിക്കുന്നത്. 0, 2 എന്ന് പറഞ്ഞ പോയിന്റ് ഗ്രാഫിൻ്റെ അകത്തില്ല. ഓക്കെ, ഗ്രാഫ് വരുന്നത് ഇതുപോലെയാണ്. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും, ഇവിടുന്ന് ഇങ്ങനെ താഴോട്ട് പോകും. y വാല്യൂ ഡിക്രീസ് ചെയ്തുകൊണ്ടാണ് പോകുന്നത്. ഓക്കെ, y വാല്യൂ ഇസ് ലെസ് ദാൻ 2. സോ റേഞ്ച് ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി 2. ഈ ഒരു കണ്ടീഷൻ തന്നിട്ടില്ല എങ്കിൽ x ബിലോങ്സ് ടു r മാത്രം തന്നു കഴിഞ്ഞാൽ നമ്മുടെ ലൈൻ ഇവിടെ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് പോകും. രണ്ട് സൈഡിലേക്കും എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് പോകും. ഇവിടെയും ഗ്രാഫ് ഇങ്ങോട്ട് മുകളിലേക്ക് പോകും. ആ സമയത്ത് ഡൊമൈൻ ആർ റേഞ്ച് ആർ ആയിരിക്കും. പക്ഷെ ഇവിടെ x ഗ്രേറ്റർ ദാൻ 0 തന്നത് കൊണ്ട് ഡൊമൈൻ ഓപ്പൺ ഇന്റർവൽ 0 ഇൻഫിനിറ്റി ആയി. അതുകൊണ്ട് റേഞ്ച് എന്തായി? ഓപ്പൺ ഇന്റർവൽ മൈനസ് ഇൻഫിനിറ്റി 2. y വാല്യൂ ഇവിടെ ഡിക്രീസ് ചെയ്തുകൊണ്ട് മൈനസ് ഇൻഫിനിറ്റിയിലോട്ടാണ് പോകുന്നത്. മൈനസ് ഇൻഫിനിറ്റി 2 ഓപ്പൺ അറ്റ് 2. ഓക്കെ, y is not equal to 2. So range is equal to minus infinity 2 open interval minus infinity 2. Now second one, f of x equal to x square plus 2, x belongs to r. x belongs to r, so domain is equal to r. For any real number, x square is greater than or equal to 0. x positive ആയാലും x negative ആയി കഴിഞ്ഞാലും x square is always greater than or equal to 0. Okay, x square is greater than or equal to 0 for all x belongs to r. ഇവിടെ ഒരു 2 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ x square plus 2 is greater than or equal to 2. x square plus 2 is our f of x. So f of x is greater than or equal to 2. So range is equal to 2 infinity closed at 2. തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഒബ്സർവ് ചെയ്തിട്ട് നമുക്ക് റേഞ്ച് കണ്ടുപിടിക്കാൻ പറ്റും. x square is greater than or equal to 0. x square plus 2 is greater than or equal to 2. So range is equal to 2 infinity closed at 2. f of x equal to x square plus 2ന്റെ ഗ്രാഫ് ആണിത്. എക്സിന് ഏത് റിയൽ നമ്പർ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. സോ ഡൊമൈൻ ഇസ് ഈക്വൽ ടു r. റേഞ്ച് ഇസ് ഈക്വൽ ടു 2 to ഇൻഫിനിറ്റി. വൈയുടെ മിനിമം വാല്യൂ 2 ആണ്. ഇവിടെ വേർട്ടെക്സ് 0, 2 ആണ്. ഇവിടെയാണ് വൈയുടെ മിനിമം വാല്യൂ. പിന്നെ y വാല്യൂ ഇൻക്രീസ് ചെയ്തുകൊണ്ട് പോകും. ഫംഗ്ഷൻ നമ്മൾ x ഇൻക്രീസ് ചെയ്യുന്ന പോലെ y വാല്യൂ ഇൻക്രീസ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് റേഞ്ച് പെട്ടെന്ന് കണ്ടുപിടിക്കാം. ഗ്രാഫ് 2ന്റെ മുകളിലോട്ടാണ് കിടക്കുന്നത്. അതായത് റേഞ്ച് ഇസ് ഈക്വൽ ടു 2 ഇൻഫിനിറ്റി ക്ലോസ്ഡ് അറ്റ് 2. Now third one, f of x is equal to x, x is a real number. ഇതിന്റെ ഗ്രാഫ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഐഡന്റിറ്റി ഫംഗ്ഷൻ ആണ്. f of x is equal to x, ഐഡന്റിറ്റി ഫംഗ്ഷൻ. ഡൊമൈൻ is equal to r, range is equal to r. Now last problem, let f be a subset of z cross z. Z is set of all integers, etc. -2, -1, 0, 1, 2, 3, etc. Okay, set of all integers. Z cross z ൽ വരുന്ന എലമെന്റ്സ് എങ്ങനെ ഉണ്ടാകും? ഓർഡേഡ് പെയർ എ ബി പോലെയാണ് ഉണ്ടാവുക. എ ബിലോങ്സ് ടു സെറ്റ്, ബി ബിലോങ്സ് ടു സെറ്റ്. ഓർഡേഡ് പെയർസ് എ ബി, എ കൊമ ബി ബിലോങ്സ് ടു സെറ്റ്. അതാണ് സെറ്റ് ക്രോസ് സെറ്റിലെ എലമെന്റ്സിന്റെ ഫോം. സെറ്റ് ക്രോസ് സെറ്റ് എഫ് ബി എ സബ്സെറ്റ് ഓഫ് സെറ്റ് ക്രോസ് സെറ്റ് ഡിഫൈൻഡ് ബൈ എഫ് ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ഓർഡേഡ് പെയർസ് എ ബി, എ പ്ലസ് ബി, എ ബി ബിലോങ്സ് ടു സെറ്റ്. ഓക്കെ, ആദ്യത്തെ എലമെന്റ് എക്സ് എ ഇൻറ്റു ബി ആണ്, വൈ എ പ്ലസ് ബി ആണ്. ഇവിടെ 2 into 3, ഇവിടെ 2 plus 3, ഇവിടെ 2 into 5, ഇവിടെ 2 plus 5. അതുപോലെയാണ് എഫിലെ എലമെന്റ്സ്. എ ഇൻറ്റു ബി, എ പ്ലസ് ബി. രണ്ട് എലമെന്റ്സ് എടുക്കുക. 1 into 3, ഇവിടെ 1 plus 3. ആ ഫോമിലാണ് എഫിലെ എലമെന്റ്സ് ഇരിക്കുന്നത്. ഈസ് എഫ് എ ഫംഗ്ഷൻ ഫ്രം സെറ്റ് ടു സെറ്റ്? ജസ്റ്റിഫൈ യുവർ ആൻസർ. ഒരു റിലേഷൻ ഫംഗ്ഷൻ ആവുന്നത് എപ്പോഴാണ്? R from A to B is said to be a function if every element of A should possess
യുണീക്ക് ഇമേജ്, വൺ ആൻഡ് ഓൺലി വൺ ഇമേജ് ഇൻ ബി. എയിലെ എല്ലാ എലമെന്റിനും ഇമേജ് ഉണ്ടാവണം, ഒറ്റൊരു ഇമേജ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ഒരു എലമെന്റിന് ഒരു ഇമേജ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. അങ്ങനെ ആ രണ്ട് കണ്ടീഷനും ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ മതി. ആ രണ്ട് കണ്ടീഷൻസും എഫ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. നമ്മുടെ എഫ് മാപ്പ് ചെയ്യുന്നത് എ ഇൻറ്റു ബിനെ എ പ്ലസ് ബിയിലേക്കാണ്. നമ്മളൊരു നമ്പർ എടുക്കാം, 6. 6 is equal to 1 into 6. 6നെ നമുക്ക് 2 into 3 എന്നും എഴുതാം. 2 into 3 is equal to 6. f of 6 is equal to f of 1 into 6. a into b. a into bനെ മാപ്പ് ചെയ്യുന്നത് a plus bയിലേക്കാണ്. 1 plus 6ലേക്കാണ്. 1 plus 6 is equal to 7. When 6 is equal to 2 into 3, 2 into 3നെ മാപ്പ് ചെയ്യുന്നത് എവിടത്തേക്കാ? 2 plus 3ലേക്കാണ്. 2 plus 3 is equal to 5. എലമെന്റ് സെയിം ആണ്, 6 തന്നെയാണ്. പക്ഷെ നമുക്കതിനെ രണ്ട് രീതിയിൽ എഴുതാം. 1 into 6 എന്ന് എഴുതാം, 2 into 3 എന്ന് എഴുതാം. 1 into 6 എന്ന് എഴുതി കഴിഞ്ഞാൽ എഫ് ആ എലമെന്റിനെ മാപ്പ് ചെയ്യുന്നത് 7ലേക്ക്. 6നെ 2 into 3 എന്ന് എഴുതി കഴിഞ്ഞാൽ എഫ് 6നെ മാപ്പ് ചെയ്യുന്നത് 5ലേക്ക്. അപ്പൊ 6ന് രണ്ട് ഇമേജസ് ഉണ്ട്. 6നെ 7ലേക്കും മാപ്പ് ചെയ്യും, 6നെ 5ലേക്കും മാപ്പ് ചെയ്യും. ഇപ്പൊ നമ്മൾ 6ന് പകരം 4 എന്ന് എടുത്തെന്ന് വിചാരിക്കാം. 4ന് നമുക്ക് 1 into 4 എന്നും എഴുതാം, 2 into 2 എന്നും എഴുതാം. 1 into 4 എന്ന് എഴുതി കഴിഞ്ഞാൽ 4നെ മാപ്പ് ചെയ്യുന്നത് 5ലേക്ക്. 2 into 2 എന്ന് എഴുതി കഴിഞ്ഞാൽ 4നെ മാപ്പ് ചെയ്യുന്നത് 4ലേക്ക്. ഓക്കെ, അപ്പോൾ സെയിം എലമെന്റിന് 6ന് ഇവിടെ രണ്ട് ഇമേജ് കിട്ടി. അങ്ങനെ ഒരുപാട് നമ്പേഴ്സ് ഉണ്ട്, രണ്ടും രണ്ടിലും കൂടുതലും ഇമേജസ് വരുന്ന ഒരുപാട് നമ്പേഴ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ ദിസ് ഇസ് നോട്ട് എ ഫംഗ്ഷൻ. എന്താ കാരണം? ഇവിടുത്തെ ഒരു എലമെന്റിന് ഒന്നിൽ കൂടുതൽ ഇമേജസ് ഉണ്ട്. ഫംഗ്ഷൻ ആവണമെങ്കിൽ ഒരു എലമെന്റിന് ഒരു ഇമേജ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. നമ്മളൊരു എലമെന്റ് കണ്ടുപിടിച്ചു, അതിന് ഒന്നിൽ കൂടുതൽ ഇമേജസ് ഉണ്ട്. സോ എഫ് ഇസ് നോട്ട് എ ഫംഗ്ഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയ 10 പ്രോബ്ലംസ് ആണ് നമ്മൾ ഇന്ന് സോൾവ് ചെയ്തത്. ഇത് നോട്ട്സിൽ നന്നായിട്ട് വൃത്തിക്ക് എഴുതണം, നന്നായിട്ട് പഠിച്ചു വെക്കുകയും വേണം. പ്രാക്ടീസ് ചെയ്തിട്ട് നന്നായിട്ട് പഠിച്ചു വെച്ചേക്കണം. ഓക്കെ, താങ്ക് യു.